ചെറിയൊരു കുത്തിത്തിരിപ്പുമായി വന്നു നോക്കിയതാണ്. തക്കതായ മറുപടി കൊടുത്ത് MT രമേശ്. അങ്ങയുടെ പേരും തൃശ്ശൂർ പറഞ്ഞു കേട്ടതാണ്. അങ്ങ് തൃശ്ശൂർ ഇല്ലെങ്കിൽ വേറെ എവിടെ ഇല്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങേ അവിടെ പരിഗണിക്കുന്നത്? ആദ്യം അവർ ഉറപ്പ് കിട്ടിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അത് പത്മജിയിലേക്ക് പോകുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? അല്ല, ഉറപ്പിന്റെ വിഷയമൊന്നുമില്ല. ഞാൻ തൃശ്ശൂരിൽ കുറച്ചു കാലമായി തൃശ്ശൂർ കേന്ദ്രീകരിക്കുന്നുണ്ടായിരുന്നു. അത് അവിടെ കേന്ദ്രീകരിക്കുമെന്ന് പറഞ്ഞ ശേഷമാണല്ലോ. അതായത് നമ്മുടെ പാർട്ടി പൊതുവെ സ്വീകരിക്കുന്ന ഒരു സമീപനം, മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കാം എന്ന് പാർട്ടി എല്ലാ നേതാക്കന്മാരോട് പറയും. ആ പറയുന്ന സമയത്ത് ഒരു ക്ലോസ് കൂടി ഞങ്ങൾ പറയാറുണ്ട്. കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ സീറ്റ് തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് താല്പര്യം ചില മണ്ഡലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അവിടെ കേന്ദ്രീകരിക്കാം. അപ്പോൾ അങ്ങനെ തൃശ്ശൂരിൽ ഞാൻ കുറച്ചു കാലമായിട്ട് കേന്ദ്രീകരിക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂരിൽ മത്സരിക്കാനുള്ള എൻ്റെ ആഗ്രഹം ഞാൻ നേതൃത്വത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ആഗ്രഹം മാത്രമല്ലോ, നമുക്കൊരു സീറ്റ് ജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ പത്മജ വേണുഗോപാലിന്റെ പേര് വന്ന സമയത്ത് വ്യക്തിപരമായി ഞാൻ തന്നെയാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത്, എന്നേക്കാൾ വിജയസാധ്യത പത്മജ വേണുഗോപാലിനുള്ളത്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, കരുണാകരനുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കരുണാകരന്റെ കുറെ വോട്ടുണ്ട് അവിടെ. രണ്ടാമത്, പത്മജ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ മത്സരിച്ച് 800 വോട്ടിന് പരാജയപ്പെട്ട ഒരു കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ അവർക്ക് അവിടെ വ്യക്തിപരമായ ബന്ധങ്ങൾ. എനിക്ക് തൃശ്ശൂരിൽ ഉണ്ടാകുന്നത് ഞാൻ കഴിഞ്ഞൊരു കുറച്ചു കാലം കൊണ്ട് ഉണ്ടാക്കിയുള്ള വ്യക്തിപരമായ ബന്ധവും പിന്നെ എൻ്റെ രാഷ്ട്രീയ വോട്ടുകളുമാണ്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പത്മജക്ക് തൃശ്ശൂരിൽ സമാഹരിക്കാൻ സാധിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള വോട്ടുണ്ട്. അത് BJPയുടെ വിജയത്തിലാണ്. പത്മജ ആദ്യം മത്സരിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ അവരുടെ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അവർ മത്സരിക്കാൻ തയ്യാറ്. അവർ സ്വമേധയാ മത്സരിക്കാൻ വന്നില്ല. അപ്പം ഞങ്ങൾ ഓരോ മണ്ഡലവും ചർച്ച ചെയ്ത സമയത്ത് തൃശ്ശൂരിൽ പത്മജ മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ എന്നെക്കാൾ ഭിന്നബിലിറ്റി ഉള്ളത് പത്മജക്കാണെന്ന് ഞാൻ തന്നെ പറഞ്ഞു.